ദൈവത്തിൻ്റെ നന്മ എൻ്റെ ചിന്തയ്ക്ക് അതീതം. ഗോഡ്സ് ഗുഡ്നെസ് എക്സീഡ് മൈ എക്സ്പെക്റ്റേഷൻ. Psalms 31:19. How abundant are the good things that you have stored up for those who fear you, that you bestow in the sight of all on those who take refuge in you. That means മലയാളത്തിൽ നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണെ നീ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ എത്ര വലുതാവുന്നു. അപ്പം നീ അവരെ മനുഷ്യരുടെ കൂട്ടുകെട്ടിൽ നിന്ന് വിടുവിച്ച് നിന്റെ സാന്നിധ്യത്തിൻ്റെ മറവിൽ മറയ്ക്കും. അപ്പം ദൈവം പറയുന്നത് നന്മ ചെയ്യാൻ അതാണ് കർത്താവ് പറയുന്നത്, തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി നന്മ ചെയ്യാൻ ഏറ്റവും ആഗ്രഹിക്കുന്നത്. ദ ഹൈലൈറ്റ്സ് ദി ഇമ്മെൻസ് ഗുഡ്നെസ് ഓഫ് ദ ലിവിങ് ഗോഡ്. അത് ദൈവം നന്മ ചെയ്യാൻ അങ്ങേയറ്റം ആഗ്രഹിക്കുക. ദോസ് ഹു ഫിയർ ഹിം ആൻഡ് സീക്ക് റെഫ്യൂജ്. ഇറ്റ്സ് എ പ്രോമിസ് ഓഫ് ഗോഡ്സ് ഗുഡ്നെസ് ആൻഡ് പ്രൊട്ടക്ഷൻ ആൻഡ് എ പബ്ലിക് ബ്ലെസ്സിങ്. അത് ദൈവത്തിൻ്റെ നന്മകൾ നമുക്ക് ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ തരുന്നു, ദൈവത്തിൻ്റെ സാന്നിധ്യം തരുന്നു, വാഗ്ദത്തങ്ങൾ തരുന്നു, മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളെ മാനിപ്പിക്കും. ഇതൊക്കെ ദൈവമാണ് ചെയ്യുന്നത്. എന്താണ്? നീ ഇതുവരെയുള്ള നിൻ്റെ വേണ്ടാത്ത കൂട്ടുകെട്ടുകളെ എല്ലാം ഞാൻ ദൂരെ കളയാൻ പോവുകയാണ്. ആർക്കോ ദൂത് വരുന്നു. അതായത് നീ അവരെ മനുഷ്യൻ്റെ കൂട്ടുകെട്ടാ വലുതെന്ന്. മനുഷ്യൻ്റെ കൂട്ടുകെട്ട് ദൈവത്തെക്കാട്ട് വലുത്. അപ്പോൾ യുവർ ബ്രേക്ക് ത്രൂ ഈസ് കമ്മിങ്. ഒരാൾ വചനം പറയാണ്, ദ ബ്രേക്ക് ത്രൂ ഈസ് ഹി വിൽ ഗൈഡ്, പ്രൊവൈഡ്, പ്രൊട്ടക്റ്റ്. ഐ ആം ഗിവിങ് യു പീസ്. ഐ വിൽ വാക്ക് വിത്ത് യു. I will guard your back. I am preparing a table before you. I am not going to meet your need. I am going to exceed it. അതാണ് കൂടുതൽ നന്മ ചെയ്യുന്ന ഒരു ദൈവം. അപ്പം ദൈവം നമുക്ക് വേണ്ടി തൻ്റെ നന്മകൾ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ആർക്ക് തരാൻ? തൻ്റെ മക്കൾക്ക്. അപ്പം ഇറ്റ്സ് എ സ്റ്റോർഡ് ഗുഡ്നെസ് ആണ്. The verse compares God's kindness to a treasure or storehouse of blessing specifically reserved for believers. ഇത് വിശ്വാസികൾക്കാണ്, തൻ്റെ മക്കൾക്ക് വേണ്ടി തെരഞ്ഞെടുത്ത നന്മകൾ തരുന്ന ഒരു ദൈവം. അത് the chosen generation. അതുകൊണ്ടാണ് നമ്മളെ ദൈവം തെരഞ്ഞെടുത്ത് ദൈവം അമ്മയുടെ ഉദരത്തിൽ ഉണ്ടാകുന്നതിന് മുമ്പ് ഉലകസ്ഥാപനത്തിന് മുൻപേ മാറ്റി നിർത്തി അനുഗ്രഹിച്ച ഒരു ദൈവത്തിൻ്റെ മക്കളാണ്. അതെത്ര പേർക്കറിയാം? ഒരു പ്രശ്നം വരുമ്പോഴത്തേക്ക് ഈ ദൈവം ഇല്ല, എൻ്റെ പ്രാർത്ഥന കേട്ടില്ല, അതുകൊണ്ട് ഞാൻ ഈ ദൈവത്തെ വിളിക്കത്തില്ല. ഒരു സ്ത്രീയെ അവരുടെ ഭർത്താവ് മരിച്ചുപോയി. രാംകീലുണ്ടായിരുന്നു, ഡോക്ടറായിരുന്നു. പുള്ളി മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിയുടെ ഭാര്യ പറഞ്ഞു, ഞാനിനി ദൈവത്തെ വിളിക്കത്തില്ല. അവർ വല്ലപ്പോഴേ പള്ളി പോത്തുകൊള്ളായിരുന്നു. ഇനി ഞാൻ ദൈവത്തെ വിളിക്കുന്നില്ല. ഈ ദൈവം എന്നാ ദൈവം എന്നാ? നമ്മൾ ദൈവത്തോട് എത്ര നേരം ഒട്ടിയിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ ചില സ്ത്രീകളുടെ ഭർത്താക്കന്മാർ മരിക്കുമ്പം ബാക്കിയുള്ള ആ ജീവിതം അവർ ദൈവത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് അനേകർക്ക് വെളിച്ചമായിട്ട് ജീവിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഈ രണ്ടും ഒരേ തട്ടിലാണ് നിൽക്കുന്നതെങ്കിലും കാണുന്ന തലം വ്യത്യാസം. ആത്മാവിൻ്റെ കണ്ണുകൊണ്ടാണ് നീ കാണുന്നതെങ്കിൽ നീ എന്നും ദൈവത്തിന് സന്തോഷമുണ്ടാക്കുന്ന ഒരു മകളാകും. നിന്നിലേക്ക് അനുഗ്രഹങ്ങൾ ഏറി കടന്നു വരും. ഇപ്പം 31-ാം സങ്കീർത്തനത്തിൻ്റെ തുടക്കം, യഹോവേ ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു, ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോകരുത്. അത് ഒരിക്കലും നമ്മളെ ലജ്ജയ്ക്ക് വിടാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. പക്ഷെ എൻ്റെ ശരണം, എൻ്റെ ആശ്രയം, അതായത് എൻ്റെ സ്ട്രോങ് ടവർ നീയാണ്. ഈ ആശ്രയിപ്പാൻ ആരുമില്ലാത്ത സമയത്ത് നമുക്ക് ഏക ആശ്രയമായിട്ട് യേശു നിൽക്കുന്നു എങ്കിൽ ഇടതോട്ടും വലതോട്ടും നോക്കാതെ ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വാ. കർത്താവ് എൻ്റെ അടുക്കലേക്ക് കടന്നു വാ. അപ്പം ചിലപ്പോൾ നമുക്ക് വരും ചില പ്രയാസ സബ്ജക്റ്റുകളുണ്ട്. കർത്താവ് എങ്ങനെ കടന്നു വരും? ഇതെടുത്താൽ നിനക്ക് ഇഷ്ടപ്പെടുമോ? രണ്ടും കൽപ്പിച്ച് ഈ തീയുടെ മതിൽ ഞാൻ കടന്നു വരിക എന്ന് പറയണം. ഒരു ഫയർ ബോളാണ് ദൈവത്തിന് ചുറ്റും. പക്ഷേ ഞാൻ കടന്നു വരാം. കാരണം എനിക്ക് ഭരണത്തിന് എനിക്ക് ഭയമില്ല. എൻ്റെ കാര്യം എനിക്ക് നേടിയെടുക്കാൻ ഞാൻ വേറൊരാളുടെ അടുക്ക പോകുന്നില്ല. ഐ എം കമ്മിങ് നിയറർ ടു യു, നിയറർ ടു ദ ക്രോസ്. അപ്പോൾ ഈ ക്രോസ് എന്ന് പറയുന്നത് കർത്താവിൻ്റെ ഡിവൈൻ പ്രസൻസിലേക്കുള്ള ഒരു വാതിലായിട്ട് കാണണം. അപ്പോൾ എനിക്ക് കഷ്ടപ്പാടുണ്ട്, സാരമില്ലെന്ന്. എനിക്ക് പ്രയാസമുണ്ട്, സാരമില്ല. എനിക്ക് വേദനയുണ്ട്, സാരം. ഐ കം ക്ലോസർ ടു യു ബിക്കോസ് ഐ നോ യു ആർ എൻ എക്സീഡിംഗ്ലി ലവിങ് ഗോഡ്. നമ്മളാ പറയേണ്ടത്, വേറെ ഒന്നും പറയൂല. അപ്പം ദൈവത്തിന് ദോസ് ഹു ഫിയർ ആൻഡ് റെഫ്യൂജ് എങ്ങനെയുള്ളവരാ? ദൈവത്തെ ഭയപ്പെടുന്നവരെ. ഒന്ന് ഭക്തന്മാരായിരിക്കണം,
പിന്നെ ദൈവത്തിനെ ഭയപ്പെടുന്നവർ അല്ലെങ്കിൽ ആശ്രയിക്കുന്നവർ, ഫിയർ ആൻഡ് ആസ്കിങ് റെഫ്യൂജ്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ റെഫറൻസ്. ട്രസ്റ്റിംഗ് ആൻഡ് ദ ഡിപ്പെൻഡൻസ് ഓഫ് ദ ലിവിങ് ഗോഡ്. ആശ്രയം എന്ന് പറയുന്നത് വിശ്വാസത്തെക്കാട്ടിലും ഉപരിയാണ്. ഞാൻ എപ്പോഴും പറയുന്നൊരു പോയിന്റാണ്. വിശ്വാസം എന്ന് പറഞ്ഞാൽ ആശിക്കുന്നതിന് കുറച്ച് ഉറപ്പാണ്. പക്ഷെ ആ വിശ്വാസത്തിന് ഉപരിയായിട്ട് ആശ്രയം, അതായത് ഞാൻ ഒരാളെ അങ്ങ് കെട്ടിപ്പിടിച്ചങ്ങ് നിൽക്കുക, എനിക്ക് മാറാനൊക്കത്തില്ല. ഐ ക്ലിങ് ക്ലോസർ ടു യു, ഐ കം നിയറർ ടു യു. എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ നീ അല്ലാതെ വേർന്ന് നിൽക്കും. ഐ ഓൺലി ലുക്ക് ഇൻ ടു യുവർ ഫേസ്. അതാണ് ഈ ദൈവവും നമ്മളുമായിട്ടുള്ള ബന്ധം. വേറൊരാൾ വിചാരിച്ചാൽ അത് മാറ്റാനൊക്കത്തില്ല. ആ ഉറച്ച ബന്ധത്തിലാണ് നമുക്ക് ഉത്തരങ്ങളും വാഗ്ദത്തങ്ങളും പ്രാപിച്ചെടുക്കാനൊക്കുന്നത്. ഇറ്റ്സ് എ പബ്ലിക് ബ്ലെസ്സിങ് ആണെന്ന്. എന്താണ്? ഗോഡ് ഓപ്പൺ ഡിസ്പ്ലേസ് ഹിസ് ഗുഡ്നെസ് പബ്ലിക്കലി ഇൻ ദ സൈറ്റ് ഓഫ് ഓൾ ബിഫോർ ദ സൺസ് ഓഫ് മെൻ, ആക്ടിങ് ആസ് എ ടെസ്റ്റിമണി ടു ഹിസ് ഫെയ്ത്ത്ഫുൾനെസ്. അതാണ് ഇത് ദൈവം ഒരാളെ ഉയർത്തുമ്പോഴുണ്ടല്ലോ, അത് കർത്താവ് ഒരു സമയത്ത് പബ്ലിക്കായിട്ട് ചെയ്യും. ആദ്യമേ രഹസ്യത്തിലായിരിക്കും, പക്ഷേ അവൻ്റെ സ്വഭാവം ശുദ്ധീകരിച്ച് യേശുവിൻ്റെ കൂട്ട്, യേശുവിന് മാനിക്കാവുന്നവനെന്ന് പറയുമ്പോൾ പിന്നെ പബ്ലിക് ആക്ടിവിറ്റി. അതാണ് എസ്തേറിനകത്ത് മൊർദെഖായി ദൈവത്തെക്കുറിച്ച് വലുതായിട്ടൊന്നും പറയുന്നില്ലെങ്കിലും വിശ്വസ്തനായിരുന്നു. മൊർദെഖായിക്കെതിരായിട്ട് ഹാമാൻ വന്ന് നിൽക്കുകയാണ്. ഹാമാൻ യഹൂദ ജനത്തെ മുഴുവനും കൊല്ലാൻ നോക്കി, ദൈവമൊന്നും അനങ്ങാൻ പോയില്ല. പക്ഷേ മൊർദെഖായി എസ്തേറിനെ കൊണ്ട് ഉപവസിച്ചു പ്രാർത്ഥിപ്പിച്ചു കഴിഞ്ഞു. ദൈവത്തിൻ്റെ മനസ്സ്, എല്ലാവരുടെയും ഹൃദയം ദൈവത്തിലേക്ക് അടുത്തപ്പോൾ എസ്തേറിൽ കൂടെ ദൈവം പ്രവർത്തിക്കുന്നു. യഹൂദന് വേണ്ടി ആനുകൂല്യമായ രാജാവിൻ്റെ ഓർഡർ വരുന്നു. അവർ യുദ്ധം ചെയ്തു, അവർ ജയിക്കുന്നതായിട്ട് കാണാം. ശത്രുക്കളെ അവർ നശിപ്പിക്കുക. അത് കഴിയുമ്പോൾ നമ്മൾ പിന്നെ കാണുന്നത് മൊർദെഖായിയെ ഉയർത്തുന്നു പബ്ലിക്കായിട്ട്. മൊർദെഖായിയെ പബ്ലിക്കായിട്ട് ഉയർത്തി. ഇന്ന് എസ്തേറിൻ്റെ അവസാനത്തെ ഭാഗം വായിക്കുമ്പോൾ ഉയർത്തിയൊരു ദൈവം. അതാണ് ദൈവം ഒരാളെ ഉയർത്തിയോ അത് ഉയർത്തിയതാണ്. ആ ഉയർച്ചയിൽ സന്തോഷിക്കുന്നവർ വേണം വരാൻ. സന്തോഷിക്കുക. ആ ദൈവത്തിൻ്റെ ഉയർച്ചയിൽ സമാധാനം കാണുന്നവരാണ്. അതിൽ നമ്മൾ കൂട്ടാളികളാകുന്നതാണ്. അതാണ് ഒരാരവത്തിൻ്റെ ഒരു ശബ്ദമാണ്. ദൈവത്തിൻ്റെ നന്മയുടെ ആരവമാണ് കടന്നു വരുന്നത്. അങ്ങനെ ഒരു ദൈവം. അപ്പോൾ നമ്മളോട് പബ്ലിക്സ് എന്ന് പറയുമ്പോൾ അതാ പറയുന്നുണ്ട്, ഈ സങ്കീർത്തനം 23 പറയുന്നുണ്ട്, നീ എനിക്ക് ശത്രുക്കളുടെ മുമ്പിൽ ഒരു വിരുന്നൊരുക്കുന്നു. ശത്രുക്കളെ കൊന്നിട്ടല്ല, അവരവിടെ നിൽക്കും. എൻ്റെ മേശയ്ക്ക് ചുറ്റിനകത്ത് നിറച്ച് നല്ല സാധനം വെച്ചില്ല. പക്ഷെ എനിക്കുള്ള ഒരു സാധനത്തിൽ ശത്രു തൊട്ടാൽ അവൻ വീഴും, അവൻ നശിച്ചു പോകും. അറിയാം, അതാണ് എൻ്റെ ദൈവം. ആ ദൈവത്തിൻ്റെ ശക്തിയിൽ നമ്മൾ നിൽക്കണം. എന്നെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് ഇറ്റ്സ് എ കംഫർട്ട് ആൻഡ് എ ലൈഫ് ലൈൻ ഫോർ ദ ഡെസ്പറേറ്റ്. അതായത് ആശ്രയമില്ലാത്തവർക്ക് ദൈവത്തിൻ്റെ ശക്തി വരുന്നത് ഒരു കംഫർട്ട്, ഒരു വലിയ ആശ്വാസമാണ്. വെൻ എക്സ്പീരിയൻസിങ് ഡിഫിക്കൽട്ടീസ് നമ്മൾ ദൈവത്തിൻ്റെ അടുക്കിലേക്ക്, അതായത് ഒത്തിരി ഭാരം വരുമ്പം നമ്മൾ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വിശ്വാസത്തോടെ ഓടിച്ചെല്ലുന്നുണ്ടോ? നമ്മൾ ഓടിച്ചെല്ലാൻ ദൈവം വിളിച്ചു മാറ്റുക. വിൽ യു കം? നമ്മൾ കർത്താവിൻ്റെ ആത്മാവ് പറയുകയാണ്, നീ എൻ്റെ അടുക്കലേക്ക് കടന്നു, എന്നാലും എനിക്ക് നിന്നെ ആത്മാവിൽ ബലപ്പെടുത്തിയിട്ട് വേണം മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളെ ഉയർത്തുവാൻ. നമ്മൾ ആത്മാവ് നോക്കുമ്പോൾ ഈ കഷ്ടത്തിൽ അവനൊരു കോട്ടയാണ്. നമ്മുടെ ദൈവകരങ്ങളിൽ നമ്മളെ ഏൽപ്പിക്കാൻ പഠിക്കണം. ഭക്തന്മാർക്ക് വേണ്ടി ദൈവം സംഗ്രഹിച്ച് വെച്ച് തരുമെന്ന്. പിന്നെന്താ വേണ്ടിയേ? അതാണ് ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കാൻ പഠിക്കണം. നമ്മൾ ഓരോ ആവശ്യങ്ങളുടെ മുമ്പിലും ദൈവത്തെയാണ് ആശ്രയിക്കുന്നത് എങ്കിൽ നമ്മൾ ഈ സങ്കീർത്തനം 31 പറയുന്നത് 1 സാമുവേൽ 23 ഇതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. അതായത് ഫെലിസ്ത്യർ ഈ ദാവീദ് യുദ്ധത്തിൽ ജയിച്ചിട്ട് ശൗല് അറിഞ്ഞിട്ട് ദാവീദിനെ കൊല്ലാൻ വേണ്ടി നടക്കുന്ന സമയമാണ്. പക്ഷേ ശൗലിൻ്റെ മുൻപിൽ ദൈവം ദാവീദിനെ ഉയർത്തി. അതാണ് എനിക്കും പറയാൻ. ഈ 31 സങ്കീർത്തനം വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവം നമ്മളെ ശത്രുക്കളുടെ മുമ്പിൽ അതിശയകരമായിട്ട് ഉയർത്തുമെന്ന്. നിൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ, ആർക്ക്? തൻ്റെ ഭക്തന്മാർ, മറ്റുള്ളവർക്കില്ല. വലിയ പണമുള്ളവരൊക്കെ ആയിരിക്കും, അതൊന്നും കാര്യമില്ല ദൈവത്തിന്. നിൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ച് സൂക്ഷിച്ചു വെക്കുകയാണ്. നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണുകെ നീ പ്രവർത്തിച്ചവൻ്റെ നന്മ. അപ്പച്ചൻ്റെ നന്മ എത്ര വലിയതെന്ന് എത്ര പേർക്ക് പറയാനൊക്കെ ഈ വലിയവനായ ദൈവത്തെ ആര് പറയും എന്നെക്കുറിച്ച്? കർത്താവിൻ്റെ സാന്നിധ്യമാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ആത്മാവിൻ്റെ ചൈതന്യമാണ് ഇറങ്ങി വരുന്നത്. എന്നിട്ട് മനുഷ്യൻ്റെ കൂട്ടുകെട്ട് നിന്നെ ദൈവത്തിൽ നിന്ന് മാറ്റി നിർത്തുമെങ്കിൽ കൂട്ടുകെട്ടിനെ ഞാൻ വലിച്ചെറിയും.
നീ അവരെ മനുഷ്യരുടെ കൂട്ടുകെട്ടിൽ നിന്ന് വിടുവിച്ച് നിൻ്റെ സാന്നിധ്യത്തിൻ്റെ മറവിൽ മറയ്ക്കും. ഇല്ലേ, എത്രയോ ആപത്തിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ വിടുവിച്ച്, നമ്മളെ വിടുവിച്ച്, ദുഷ്ടൻ്റെ നാവുകളുടെ ദുഷ്ടതയിൽ നിന്ന് രക്ഷിച്ച് നമ്മളെ നടത്തുന്നു. നീ അവരെ നാവുകളുടെ വക്കാണത്തിൽ നിന്ന് രക്ഷിച്ച് ഒരു കൂടാരത്തിനകത്തെ ഒളിപ്പിക്കും. കണ്ടോ, ഒളിപ്പിച്ചു കഴിഞ്ഞു. നമ്മൾ വചനം പറയുമ്പോൾ ദൈവം അവരെ ഒളിപ്പിച്ച് കഴിഞ്ഞു. നാളെ ഒളിപ്പിക്കുന്നു. ഇപ്പം യഹോവ വാഴ്ത്തപ്പെട്ടവൻ ഉറപ്പുള്ള പട്ടണത്തിൽ തൻ്റെ ദയ എനിക്ക് അത്ഭുതമായി കാണിച്ചിരിക്കുന്നു. എന്നെ കാണിക്കുന്ന അവൻ്റെ ദയയാണ്, വേറൊന്നും ഞാൻ നോക്കുന്നില്ല. അതാണ് കമ്പാഷനേറ്റ് ലവ്. ആ സ്നേഹത്തിൻ്റെ ആഴമാണ്. അഭിജൻ്റെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ നമ്മളെ കുറ്റം പറയുന്ന ഒരു ദൃഷ്ടിയല്ല. ഒരുപക്ഷെ നമ്മൾ തെറ്റുണ്ടായിരിക്കും, എന്നാൽ പോലും ആ സ്നേഹത്തിൻ്റെ ആഴത്തിലുള്ളൊരു നോട്ടമാണ്, ആ കമ്പാഷനേറ്റ് ലവ്. എന്നിട്ട് എന്താ പറയുന്നത്? എങ്കിലും ഞാൻ നിന്നെ വിളിച്ചപേക്ഷിച്ചപ്പോൾ എൻ്റെ യാചനയുടെ ശബ്ദം നീ കേട്ടു. യഹോവയുടെ സകല വിശുദ്ധന്മാരുമായുള്ളവരെ അവനെ സ്നേഹിപ്പിൻ. യഹോവ വിശ്വസ്തന്മാരെ കാക്കുന്നു, അഹങ്കാരം പ്രവർത്തിക്കുന്നവനെ ധാരാളം പകരം കൊടുക്കുന്നു. യഹോവയിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെടുവീൻ. നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ഹൃദയം ഉറച്ചിരിക്കണം. ദൈവം നമുക്ക് അനുകൂലമായിട്ട് ആണെങ്കിൽ പ്രതികൂലമാര് ദൈവം നമ്മളെ നടത്തട്ടെ. അധിക ശക്തിയോടെ നമ്മളെ വീണ്ടെടുത്ത് തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി താൻ സംഗ്രഹിച്ചു വച്ചിരിക്കുന്ന നന്മകളെ പ്രാപിച്ചെടുക്കാൻ നിൻ്റെ കുടുംബത്തെയും എൻ്റെ കുടുംബത്തെയും ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനായൊരു ദൈവം തൻ്റെ സ്നേഹത്തിൽ തൻ്റെ സ്നേഹത്തിനോട് നമ്മൾ അടുത്ത് ചെല്ലുമ്പോൾ അളവില്ലാത്ത സ്നേഹത്തിൻ്റെ ആ നിറഞ്ഞൊഴുകുന്ന നദി ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക്, നമ്മുടെ ഭവനങ്ങളിലേക്ക്, ഭർത്താക്കന്മാരിലെ, ഭാര്യമാരിലെ, മക്കളിലെ, മരുമക്കളിലെ, കൊച്ചുമക്കളിലേക്ക് അളവില്ലാതെ ഒഴുക്കിത്തരുന്ന ഒരു ദൈവം എൻ്റെ സന്നിധിയിൽ വരുമ്പോൾ ശത്രുക്കളുടെ മുമ്പിൽ നീ സംഗ്രഹിച്ച് വെച്ചിരിക്കുന്ന നന്മകളെല്ലാം പബ്ലിക്കായിട്ട് കാണിച്ച് മേശയൊരുക്കി തരുന്ന ഒരു ദൈവം. അതാണ് നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലം ഒക്കെയും എന്നെ പിന്തുടരും. ജീവൻ്റെ ദൈവം, നന്മ തരാൻ ആഗ്രഹിക്കുന്ന ദൈവം, അവനെ ശരണം പ്രാപിക്കുന്നവരെ എപ്പോഴും കരുതുന്ന ദൈവം, നിൻ്റെ തൂവൽ കൊണ്ട് ഞങ്ങളെ മറച്ച് ശത്രുവിൻ്റെ പക്ഷത്തു നിന്ന് രക്ഷിച്ച് സൂക്ഷിക്കുന്ന ദൈവം, നമ്മുടെ തലമുറകളുടെ മേൽ നിൻ്റെ ആത്മാവിനെ പകർന്നുകൊണ്ടേയിരിക്കുന്ന ദൈവം. ഇത്ര വലിയവനായ ഒരു ദൈവം നമുക്കുള്ളതിനാൽ ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യും. തലമുറകളുടെ മേൽ നിൻ്റെ രക്തത്തിൻ്റെ ചിഹ്നം ഇപ്പോൾ ഇടുകയാണ്. കർത്താവിൻ്റെ രക്തം, പ്ലീഡിങ് ദ ബ്ലഡ് ഓഫ് ജീസസ്. കർത്താവിൻ്റെ രക്തം ജയം. കർത്താവിൻ്റെ രക്തത്തിൻ്റെ മുന്നിൽ ഒരു ശക്തി നിൽക്കത്തില്ല. മാറി നിൽക്കുന്ന മക്കളെയൊക്കെ സ്നേഹത്തോടെ മാടി വിളിച്ച് ഇടയനായ ദൈവം ആ 99 ആടിനെ മാറ്റി നിർത്തി ഒരാടിന് വേണ്ടി ഇറങ്ങിപ്പോയ ദൈവം നമ്മുടെ കുടുംബങ്ങളിൽ മാറി നിൽക്കുന്ന എല്ലാവരും തിരിച്ചു കൊണ്ടുവരുന്ന സ്നേഹത്തിന് കൊണ്ടുവരിക തന്നെയല്ല, അവരുടെ രാജകീയ പൗരോഹിത്യ പദവി ഉറപ്പിച്ചു കൊടുത്ത് നിനക്ക് വേണ്ടി ജോലി ചെയ്യുന്നവരാക്കി മാറ്റുന്നതിന് നന്ദി പറയുന്നു. നാഥാ, നീ ചെയ്യാൻ പോകുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വലിയ കാര്യങ്ങളെ കണ്ട് ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവിൻ്റെ മുൻപിൽ സാഷ്ടാംഗം വണങ്ങി നിന്നെ സ്തുതിക്കുന്നു. തലമുറകളുടെ നന്മ കാണാൻ നമ്മൾ നേരുകയും നേർച്ച നിവർത്തിക്കുകയും ചെയ്യാൻ നീ വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്. നിൻ്റെ മഹത്വം നീ വേറൊരാൾക്ക് കൊടുക്കത്തില്ല. നിൻ്റെ തേജസ് ഞങ്ങളുടെ മേൽ പകരുന്നതിന് നന്ദി. പ്രാർത്ഥനയായിട്ട് ഞങ്ങളെയും തലമുറകളെയും അനേക കുടുംബങ്ങളെയും ദിവസം അനുഗ്രഹിച്ചതിന് നന്ദി പറയുന്നു. സകലതും യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.